SB വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് തന്നെ, ഇന്ന് നമ്മളൊരു വാട്ടർഫാൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് വാട്ടർഫാൾ തന്നെ, വെള്ളച്ചാട്ടം. അപ്പൊ നമ്മളൊരു വെള്ളച്ചാട്ടം ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് PVC പൈപ്പൊക്കെ വെച്ച് ഒരു അടിപൊളി കിടിലൻ വാട്ടർഫാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഉണ്ടാക്കിയ സമയത്ത് വീഡിയോ എടുത്ത് ആ വീഡിയോ അപ്ലോഡ് ചെയ്യണതാണ്. അപ്പോഴും ഇത് ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഏകദേശം 1-2-3 ആഴ്ചയോളം ടൈം എടുത്ത്. കാരണം ഈ സാധനങ്ങളൊക്കെ കിട്ടാനും അതേപോലെ തന്നെ ഈ സിമൻറ്റ് ഉണങ്ങാനും പിന്നെന്തിനാ പശ ഉണങ്ങാനും എല്ലാം കൂടെ കുറച്ച് പാടാണ്. പാടെടുത്താൽ ഇത്ര അടിപൊളിയായിട്ട് കിട്ടും നമുക്ക്. അപ്പം നമുക്ക് ഈ PVC വാട്ടർഫാൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ 4 ഇഞ്ച് PVC പൈപ്പിൻ്റെ 25 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു പീസ് വേണം. പിന്നെ 2 എൽബോ വേണം. 4 ഇഞ്ച് PVC പൈപ്പിൻ്റെ. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന എൽബോ അല്ല, എൽബോനെ കാട്ടിയും കുറച്ചും കൂടെ വലിപ്പമുള്ള പീസാണ്. വീട്ടിൽ എൽബോ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എൽബോനെ കാട്ടി വലിപ്പം കൂടിയ പീസ് 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുക്കാമെന്ന് വെച്ചാൽ, എൽബോ എടുത്താലും ഇതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ വലിപ്പം കൂടിയ പീസിൻ്റെ പേരെന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ എൽബോ ആയിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പേരുണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതേപോലെ 2 പീസ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത 25 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ആ പീസിൻ്റെ 2 സൈഡിലായിട്ട് വേണം നമ്മൾ ഈ എൽബോ ഫിറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ പശയൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പശയൊക്കെ നമുക്ക് അവസാനം അപ്ലൈ ചെയ്താൽ മതി. അതെന്തിനാണെന്ന് പറഞ്ഞാൽ, നമുക്കിതിൻ്റെ നടുഭാഗം ഇതേപോലെ ഒന്ന് മുറിച്ച് കളയുന്നുണ്ട്. ഇത് മുറിക്കാൻ ചെറിയ പാടാണ്. ഞാൻ ഇത് മുറിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ആക്സോ ബ്ലേഡ് ചൂട് കൊണ്ട് തീയിൽ വെച്ച് പഴുപ്പിച്ചെടുത്തൊക്കെയാണ് മുറിച്ചത്. എങ്കിലേ മുറിയുള്ളൂ. ഒരു കട്ടർ ഉണ്ടെങ്കിൽ ഈസി ആയിരിക്കും. പിന്നെ 4 ഇഞ്ച് PVC പൈപ്പിൻ്റെ ഒരു 2 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു കൊച്ചു പീസ് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു കാർഡ്ബോർഡിൽ. അതെന്തിനാണെന്ന് പറഞ്ഞാൽ, കുറച്ച് സാൻഡ് എടുത്ത് കുറച്ച് സിമൻറ്റും പിന്നെ വെള്ളം കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിനെ കുറുക്ക് പരുവാൻ പോലെ എടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് നിറച്ച് വയ്ക്കണം. എന്നിട്ട് ഒരു 48 മണിക്കൂർ, അതായത് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ അതിനെ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഇരിക്കും. ഇതെന്തിനാണ് നമ്മൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച PVC പൈപ്പിൻ്റെ അകത്തോട്ട് കയറ്റണം. PVC പൈപ്പല്ല, നമ്മൾ 2 എൽബോ ഒക്കെ റെഡിയാക്കി വെച്ചില്ലേ, അതിൻ്റെ അകത്തോട്ട് കയറ്റണം. അപ്പോൾ നമുക്കിപ്പം തന്നെ ഒട്ടിക്കാം. അതിനായിട്ട് നമ്മൾ PVC പൈപ്പൊക്കെ ഒട്ടിക്കണ പശ കടയിൽ നിന്നൊക്കെ കിട്ടും. ഇതിൻ്റെ അറ്റത്ത് ആ പഞ്ഞി വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ആ പഞ്ഞിൻ്റെ അകത്ത് ആ പശ തങ്ങി നിൽക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത കോൺക്രീറ്റ് ചെയ്ത പീസ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ അറ്റത്തും കയറ്റി വെച്ച് കൊടുക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇനി വേണം നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തും പശ വയ്ക്കാനുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് 11.25 ഇഞ്ചിൻ്റെ ടീ വേണം. പിന്നെ 3/4 ഇഞ്ചിൻ്റെ 2 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള കുറച്ച് പീസസ്. പിന്നെ 3/4 ഇഞ്ചിൻ്റെ 6 എൽബോ. പിന്നെ 3/4 ഇഞ്ചിൻ്റെ 2 എൻഡ് ക്യാപ്പ്. ഇനി 3/4 ഇഞ്ചിൻ്റെ ഒരു കണക്ടർ. ഇനി ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് മെയിൻ പാർട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 4 എൽബോ അല്ല 4 ടീയും 4 കൊച്ചു പീസസ് വേണം. എനിക്ക് വീഡിയോ കാണിക്കും പോലെ ഇതിനൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ലേക്കും, കാരണം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആദ്യം തന്നെ 2 ടീ തമ്മിൽ കണക്ട് ചെയ്യണം. അതേപോലെ തന്നെ 2 ടീ. പിന്നെ ഈ 2 ടീ തമ്മിൽ കണക്ട് ചെയ്യുന്നതും തമ്മിൽ വച്ച് ഫിറ്റ് ചെയ്യണമെങ്കിൽ 4 ടീ ഒരുമിച്ച് ഇതേപോലെ റെഡി ആയിട്ട് വരും. എന്നിട്ട് 2 കൊച്ചു പീസസായിട്ട് മുകളിൽ ഫിറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് 2 എൽബോ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി താഴത്തെ ആ ഗ്യാപ്പ് അടക്കുന്ന സ്ഥലത്തോട്ട് നമുക്ക് 2 കൊച്ചു പീസസ് ഫിറ്റ് ചെയ്തതിന് ശേഷം 2 ടീയും കൂടെ നമുക്ക് ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇവിടെ നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം ടീ ഫിറ്റ് ചെയ്ത് വയ്ക്കാൻ. ഇനി വീണ്ടും കൊച്ചു പീസസ് 2 സൈഡിലായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക്
2 എൽബോയും കൂടെ ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി താഴെ കിടക്കുന്ന ആ 2 ഹോളിലും 2 കൊച്ചു പീസസ് ഫിറ്റ് ചെയ്തതിന് വച്ചതിന് ശേഷം നമുക്ക് 2 ടീനെ തലകൊത്തനെ ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ 2 ടീൻ്റെ നടുക്കത്തെ നീളം കണ്ട ആ ഗ്യാപ്പ് കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇതേപോലെ ഒരു 3/4 ഇഞ്ച് PVC പൈപ്പ് വേണം. അത് അളന്ന് നമ്മൾ എടുത്തതിന് ശേഷം ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇനി അടുത്തായിട്ട് 2 കൊച്ചു പീസസ് 2 സൈഡിലായിട്ട് ഫിറ്റ് ചെയ്തിട്ട് അവിടെ ആയിട്ട് 2 ടീ ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം നമുക്ക്. ഇനി വീണ്ടും 2 കൊച്ചു പീസസ് എടുത്ത് 2 സൈഡിലായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ 2 സൈഡിലായിട്ട് 2 എൽബോ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം പണി തീർന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് കുറേ ദോരങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 7 ദോരങ്ങളാണ് ഇട്ടത്. ഇത് മതിയാവുമെന്ന് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ മോൾ ഭാഗത്തും കുറച്ചല്ല ഒരു വലിയ ദോരം ഇട്ട് കൊടുക്കണം. ഞാൻ ഇപ്പോൾ സോൾഡറിങ് കണക്കെ വെച്ച് കുത്തിയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കറുത്ത് കരിഞ്ഞൊക്കെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ടീനെ ഇതേപോലെ 2ആയിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതാ ഈ ഭാഗം ആവശ്യമില്ല. അതാ ഈ ഭാഗം എടുത്ത് നമ്മൾ ഇവിടെ മുറിച്ചെടുത്തിരിക്കണം. കണ്ടില്ലേ, ഇതാണ്ട് ഇവിടെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾക്ക് വാട്ടർ ലെവലൊക്കെ നോക്കണം. ആ ട്യൂബ് അതിനെടുത്ത് നമുക്ക് ഞാൻ ഇപ്പം ഇവിടെ നിന്ന് അങ്ങ് താഴെ വരെ എത്തിക്കണം. നമ്മൾ ഈ വാട്ടർ ലെവലൊക്കെ നോക്കണം ഈ ട്യൂബിന്. അപ്പോൾ എന്താ വീഡിയോ കാണിക്കും പോലെ ആദ്യം നമ്മൾ ട്യൂബിനെ കുത്തി ഈ ഹോൾ വഴി താഴോട്ട് ഇറക്കണം. ഈ നമ്മൾ PVC പൈപ്പൊക്കെ വെച്ച് ഇത്ര ഉണ്ടാക്കിയതൊന്നും അത്ര പാടായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ ട്യൂബ് വലിച്ചെടുക്കണതാണ് കുറച്ച് പാടായിട്ട് തോന്നിയത്. അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും. ഇതേപോലെ അങ്ങ് താഴെ വരെ വലിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ട്യൂബിന്. ഓക്കെ, നമ്മളിതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ പൈപ്പ് വന്നിരിക്കുന്ന ഏത് വഴി കൂടെയൊക്കെയാണ് വന്നിരിക്കണതെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആ റെഡ് കളർ മാർക്ക് ചെയ്തിരിക്കുന്ന വഴി കൂടെയാണ്. ഇപ്പം നിങ്ങൾ കാണുമായിരിക്കും ആ 2 എൽബോ എൻഡിലും ഒരു ദോരം ഇട്ടിട്ട് അവിടെ നമ്മൾ ഒരു കൊച്ചു പീസ് വെച്ച് നമ്മൾ ഇറക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ ആ സാധനത്തിന്. ഇപ്പം നമ്മൾ അതിൽ കൂടെ ദോരമാണ്, വെള്ളം മുകളിൽ കൂടെ ഒന്ന് താഴെ കൂടെ അങ്ങ് ബ്ലൂങ്ങെന്ന് പറഞ്ഞുകൊണ്ട് പോകും. അപ്പോൾ നമുക്ക് അവിടെ അടയ്ക്കണം. അതിനായിട്ട് 2 എൻഡ് ക്യാപ്പ് എടുക്കണം. അതിനായിട്ട് ഒരു എൻഡ് ക്യാപ്പിൽ ഒരു ദോരം എടുക്കണം. ഒരു എൻഡ് ക്യാപ്പിൽ ദോരം ഇടാൻ പാടില്ല. ഈ ദോരം ഇടാത്ത എൻഡ് ക്യാപ്പ് നമുക്കിതാ ഈ ഭാഗത്തായിട്ട് വെച്ച് അടയ്ക്കാം. അടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ പശയും കൂടെ തേച്ചിട്ട് വേണം അടയ്ക്കാൻ. ഞാൻ ഇപ്പോൾ വെറുതെ ഒന്ന് അടയ്ക്കണേ ഉള്ളൂ. ഞാൻ അവസാനം പശ തേക്കും. ആ ദോരം ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഓസിന് വെളിയിൽ കൂടെ ഇടാനാണ്. അകത്തൂടെ എടുത്തതിന് ശേഷം ഒട്ടിക്കണം. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മുറിച്ച ആ ടീനയും കൂടെ മുകളിലോട്ട് എടുത്ത് വയ്ക്കണം. എന്നിട്ട് ആ ടീനെ നമ്മൾ നേരത്തെ ഒട്ടിച്ചില്ലേന്ന് അവിടെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ടീ മുറിച്ചതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നിട്ട് നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് എന്ന് പറയുന്ന പശ, നമുക്ക് വേണമെങ്കിൽ ഫെവിക്യൂക്ക, ഗ്ലൂ ഗൺ എന്തിനു വേണം യൂസ് ചെയ്യാം, അത് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കൊച്ചു പീസ് നമുക്ക് അവിടോട്ട് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു ടീ അല്ല കണക്ടർ എടുക്കാം. കണക്ടർ എടുത്ത് അതിൻ്റെ മണ്ടയിലോട്ട് ഇറക്കി വയ്ക്കാം. ഇനി അടുത്തായിട്ട് നമുക്കൊരു മോട്ടർ വേണം. 12 വോൾട്ട് വർക്ക് ചെയ്യണം. എത്ര വോൾട്ട് വർക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഈ മോട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം പമ്പ് ചെയ്യണതാണ്. ആ പച്ച കളർ ഹോസ് വഴി പമ്പ് ചെയ്യും, മറ്റേ ഹോൾ വഴി വലിച്ചെടുക്കും മുകളിലത്തെ. ഈ പമ്പ് ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ പമ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ മോട്ടർ.
ഇതിന് ഞാൻ കുറച്ച് ലെങ്തായിട്ട് വയറൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പച്ച കളർ ഭാഗവും പിന്നെ മറ്റേ ആ ഓസും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കുറച്ച് കുപ്പീൻ്റെയൊക്കെ മോൾ ഭാഗം വേണം ഇതേപോലെ കുട്ട പോലെ ഇരിക്കുന്നുണ്ടാവും. ഇത് ഞാൻ ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട് ഇതേപോലത്തെ കുട്ട പോലെ ഇരിക്കുന്ന ഭാഗം. എന്നിട്ട് കുറച്ച് അതിൻ്റെയൊക്കെ ക്യാപ്പ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിൽ ഒരെണ്ണം മാത്രം ഞാൻ ദൂരം ഇട്ടിട്ടുണ്ട്, ഒരെണ്ണം അല്ല 2 എണ്ണം ദൂരം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ 2 എണ്ണം ദൂരം ഇട്ടിട്ടുണ്ട്, അതല്ലാതെ ഒരെണ്ണം നമ്മൾ ദൂരം ഇട്ടിട്ടുണ്ട് കുറച്ച് വലുപ്പമായിട്ട്. അപ്പം കുറച്ച് വലുപ്പമായിട്ട് നമ്മൾ ദൂരം ഇട്ട എന്തിനാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ആ കുപ്പീൻ്റെ അടപ്പിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ ഇട്. ആ കുപ്പീൻ്റെ ആ മോൾ ഭാഗമൊക്കെ ഇതേപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഞാൻ പക്ഷേ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറഞ്ഞു, ഇതാണ് ഫ്ലക്സ് ഈസി. ഫ്ലക്സ് ഈസിയും ഫ്ലക്സ് ക്യുക്കും പിന്നെ ഫെവിക്യുക്ക് അതെല്ലാം ഒരേ പശ തന്നെ. പിന്നെ കമ്പനിക്കാർ പല പല പേരിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലായിടത്തും കുപ്പീൻ്റെ അടപ്പൊക്കെ ഇട്ട് അടയ്ക്കാം. അപ്പോൾ മുകളിൽ മാത്രമായിട്ട് അടയ്ക്കുന്നതിന് മുമ്പ് ആ ദൂരം കൂടെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ അടയ്ക്കാനുള്ളത്. ഇത് അടച്ചിട്ടുണ്ട്. ഇനി താഴത്തെ 2 ഭാഗത്ത് മാത്രം നമ്മൾ അടച്ചില്ല, അത് ഇനി അവിടെ ഒരു ദൂരം ഇട്ടിട്ട് വേണം അടയ്ക്കാനുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഒരു ഓസും കൂടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെടീന് വെള്ളം നനയ്ക്കുന്ന ഓസാണ്. ഇപ്പോൾ ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദൂരം ഇട്ടിട്ട് ആ പ്ലാസ്റ്റിക് കുപ്പിയിൽ ദൂരം ഇട്ടിട്ട് അവിടെ ഗ്ലൂ ഗണ്ണ് വെച്ച് നല്ല രീതിയിൽ വെള്ളമൊന്നും ലീക്ക് ആവാത്ത രീതിയിലാണ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, താഴത്തെ ക്യാപ്പിൽ 2-3 ദൂരങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഫിറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ പാടുണ്ടായിരുന്നു. ആ ഓസൊക്കെ ഒട്ടും തന്നെ വെള്ളം ലീക്ക് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒട്ടിക്കാനുള്ളത്. ഇനി ഞാൻ എന്താ ഒരു ചാർജർ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാർജറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് വയർ ഞാൻ അതിലോട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ മോട്ടറിൻ്റെ വയറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കളർ കല്ല് വേണം. ഞാൻ 1 കിലോ കളർ കല്ല് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യണം. അവിടെ മാത്രം ഇട്ടിട്ടല്ല കാര്യം, നമ്മളെ കുട്ടയ്ക്കകത്തൊക്കെ ഇടണം. അതാണ് നമ്മളെ രസം, നല്ല രസമുള്ളത്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് കല്ലൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ചെടിയും കൂടെ വെച്ചാൽ കുറച്ചും കൂടെ കളർഫുള്ളായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തോട്ട് വെള്ളം നിറച്ചെടുക്കാം. നമ്മൾ നേരത്തെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അടിഭാഗത്തൂടെ വെള്ളമൊന്നും ലീക്കൊന്നും ആവില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ ആ ചാർജർ ഓണാക്കുമ്പോഴാണ് കാണുന്നത്. Feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies, all because of you. Dripping lights paint the skies, only you can make me. You can make me. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടായിരിക്കും വാട്ടർഫോൾ എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കാനുള്ളതെന്ന്. വേണമെങ്കിൽ നമുക്ക് മീനിട്ടാൽ വാട്ടർഫോൾ അക്വേറിയം ആവും. അപ്പോൾ ഞാൻ മീനിടാത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഞാൻ വെച്ച മോട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഹോംവേഡ് മോട്ടറാണ്. അപ്പോൾ ആ മോട്ടർ അല്ല അതിൽ വയ്ക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ അക്വേറിയത്തൊക്കെ വയ്ക്കുന്ന മോട്ടറുണ്ട്, ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്യണം. അപ്പോൾ ആ മോട്ടർ വാങ്ങിക്കാൻ ലിങ്ക് കൊടുത്തിരിക്കാം. ഈ മോട്ടർ വയ്ക്കുകയാണെങ്കിൽ മീനിനെ പീസാക്കി മോളിൽ കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അക്വേറിയത്തിൽ വയ്ക്കുന്ന മോട്ടറാണ് വയ്ക്കാനുള്ള. ഇത് വെച്ചാൽ മീനിടാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഇത് വാട്ടർഫോളായിട്ട് മാറും. അപ്പം ഇല്ല, ഇനി നമുക്ക് വേണമെങ്കിൽ മൂർക്കം പാമ്പ് മൂർക്കം പാമ്പ് ഇടയിൽ കൂടെ വരും. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അടിച്ചു പൊട്ടിക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പിന്നെ കമൻറ്റ് ബോക്സ് വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്. നിങ്ങൾക്ക് ഇതേപോലെ PVC വെച്ചിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസോ PVC വയ്ക്കാതെ എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അതും കൂടെ ഉണ്ടാക്കാമായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.